നമ്മളെ വളരെ ചിന്തിപ്പിക്കേണ്ടിയ ഒരു ചോദ്യം ചോദിക്കാനാണ് ഞാൻ ഈ ചെറിയ ഒരു വീഡിയോ ക്ലിപ്പിംഗ് റെക്കോർഡ് ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇന്നേക്ക് ഒരു 100 വർഷം മുമ്പിലേക്ക് എണ്ണിയാൽ നിങ്ങൾ ഈ ഭൂമിയിൽ കാണില്ല, ഉറപ്പാണ്. ഈ പറയുന്ന ഞാനും കാണില്ല. ഒരു വർഷം നമുക്കറിയാം 365 ദിവസങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ 10 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുന്നയാള് 3650 ദിവസങ്ങളെ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ഇനി 100 വർഷം ഈ ഭൂമിയിൽ ഒരാൾ ജീവിക്കുകയാണെന്ന് വിചാരിക്കുക. 36,500 ദിവസങ്ങളെ ആ ആൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ. ഇനി എന്തായാലും നമ്മൾ 100 വർഷം ജീവിക്കാൻ പോകുന്നില്ല, ഒരു 50 വർഷം കൂട്ടുക. അങ്ങനെയാണെങ്കിൽ 36,500ന്റെ പകുതി 18,250 ദിവസങ്ങൾ. ഇനി ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ ഭൂമിയിൽ 50 വർഷം ജീവിക്കാൻ പോകുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് 18,250 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എത്ര പെട്ടെന്നാണ് മനുഷ്യന്റെ ജീവിതം പോകുന്നത്. 2015 അവസാനിക്കാൻ പോവുക. ഈ വർഷം ആരംഭിച്ച് എത്ര പെട്ടെന്നാണ് ഈ വർഷം തീരുന്നത്? ചോദ്യം, ഈ വർഷത്തിൽ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു? വയലിലെ പുല്ലുപോലെ കാറ്റടിക്കുമ്പോൾ ഇല്ലാതെ പോകുന്ന ഈ ജീവിതം, ഈ ചെറിയ ജീവിതം, അത് അവസാനിച്ച് കർത്താവിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ കർത്താവ് നമ്മളോട് ചോദിക്കാൻ പോകുന്നത്, നീ എത്ര വീട് പണിതു, എത്ര ഏക്കർ നിലം വാങ്ങിച്ചു, ഏതൊക്കെ രാജ്യങ്ങളിൽ പോയി, എത്ര സമ്പാദിച്ചു, എത്ര ബാങ്ക് ബാലൻസ്, വാഹനം, ഇതൊന്നും ആയിരിക്കില്ല. കർത്താവ് ചോദിക്കാൻ പോകുന്നത്, ഞാൻ എൻ്റെ പുത്രനെ നിന്റെ പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് വിട്ടു. നീ മരിക്കേണ്ട സ്ഥാനത്ത് നിന്റെ പാപങ്ങൾ ചുമന്നുകൊണ്ട് എൻ്റെ ഓമന പുത്രൻ ക്രൂശിൽ മരിച്ചു. നീ അവന് വേണ്ടി എന്ത് ചെയ്തു? ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പേ ദയവായി ഈ ചോദ്യം ഒന്ന് ചോദിക്കുമോ? എനിക്ക് ആയുസ് തന്ന കർത്താവിന് വേണ്ടി ഈ വർഷത്തിന്റെ അവസാന നാളുകൾ വരെ കാണാൻ എന്നെ ഈ ഭൂമിയിൽ ശേഷിപ്പിച്ച ഈ കർത്താവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു?